ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന വീട്ടിലേക്ക് വന്നാലും ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ശ്രീദേവിയുടെ മനസ്സും നിറയും ദേവമംഗലമാണ്. ഇപ്പൊ അവിടെയുള്ളവരൊക്കെ ജീവച്ചവായിട്ട് ഇരിക്കുമായിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ താൻ കാരണമാണല്ലോ ഉണ്ടായത്. ഒരു പക്ഷെ തനിക്ക് നേരത്തെ കാലത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറയായിരുന്നു. തുറന്നു പറയാതിരുന്നത് തന്റെ കുറ്റം കൊണ്ടാണ്. താൻ പറയുമായിരുന്നെങ്കിൽ ബാലച്ചനോടോ അല്ലെങ്കിൽ അമ്മയോടോ പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഒരു പക്ഷെ അവർ തന്നോട് ക്ഷമിക്കുകയും ചെയ്തേനും. പക്ഷെ ഇപ്പൊ അവർക്ക് ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ കാരണം അവരുടെ മകന്റെ ജീവൻ താൻ നശിപ്പിച്ചു. അതുമാത്രല്ല, സത്യങ്ങളൊക്കെ മറച്ചു വെച്ചു. അല്ലെങ്കിലും ഏതൊരച്ഛനും അമ്മയ്ക്കാ സഹിക്കാൻ പറ്റുന്നേ? സ്വന്തം മകന്റെ ജീവിതം കൺമുന്നിൽ കൂടി ഇങ്ങനെ നശിച്ചു പോകുന്നു കാണുമ്പോൾ ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാ തന്നെ അവിടേക്ക് കൈ പിടിച്ചുകൊണ്ട് പോയത്. അല്ലെങ്കിലും അച്ഛനും അമ്മയൊക്കെ തന്നോട് എത്ര സ്നേഹമായിരുന്നു. ഒരു അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ശരിക്കുള്ള സ്നേഹം എന്താണെന്ന് അറിയുന്ന അവിടെ ചെന്നതിന് ശേഷമാണ്. ഇവിടുത്തെ പോലെ ഒന്നും അല്ല മക്കളെ എങ്ങനെയാ നോക്കണേന്ന്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ശ്രീദേവിയുടെ കണ്ണ് നിറഞ്ഞു വന്നു. അത് കണ്ടുകൊണ്ട് ശ്രീകല വന്നിട്ട് പറഞ്ഞു, മോളെ നീ വീണ്ടും ഇരുന്ന് കരയുവാണോ? ദേവാന് പറഞ്ഞു, കരയല്ല മോളെ, നീ ഒന്നും വിഷമിക്കാതിരിക്കുക. നീ വിഷമിക്കൊന്നും വേണ്ട. ഈ അച്ഛൻ നിന്നെ അവിടേക്ക് കൊണ്ടുവിടും. എന്തിനാ സങ്കടപ്പെടുന്നേ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീദേവി ഉദയഭാനുവിനെ നോക്കി. ശ്രീകല പറഞ്ഞു, മോളെ നിന്റെ കണ്ണീര് ആ വീട്ടിൽ വീണിട്ടുണ്ടെങ്കിൽ, നിന്നെ അവരെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് ചോദിക്കും ഈ ശ്രീകല. ശ്രീകല ആരാന്ന് അവർക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അത് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത്ര സമയം ശ്രീദേവി ഇരുന്നിട്ട് ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു. മിണ്ടിപ്പോരുത് നിങ്ങള്. നിങ്ങളൊരമ്മയാണോ അല്ലെങ്കിൽ നിങ്ങളൊരച്ഛനാണോ? സ്വന്തം മകളുടെ ജീവിതം വീണ്ടും പടുകുഴിയിലേക്ക് തള്ളിയിടാൻ നോക്കിയ ഒരു തന്തയും തള്ളൻ. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അറപ്പും വെറുപ്പും തോന്നുക. പിന്നെ അവിടെ വെച്ച് ബാലച്ചന് എന്റെ അച്ഛൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെ നേരെ കൈ ഉയർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ തടഞ്ഞ എന്തുകൊണ്ടാണെന്നറിയാവോ? എന്റെ മുന്നിലിട്ട് നിങ്ങളെ തല്ലുന്ന കാണാൻ ആഗ്രഹമില്ലാത്തോണ്ടാ. അവിടെ വെച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തി പറയാത്ത എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങൾ നാണം കെടലെന്ന് കരുതിയിട്ടാ. പക്ഷെ ഉണ്ടല്ലോ, ഇനി ഒരു അക്ഷരം പോലും അവരെക്കുറിച്ച് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. എന്ത് യോഗ്യതയുള്ളേ? കള്ളത്തരം കാണിച്ച് അവിടേക്ക് കെട്ടിച്ചു വിട്ട് എന്നെ നിങ്ങളാണ് സഹിക്കോ? നിങ്ങൾക്കൊരു മകനുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സഹിക്കോ? ഇല്ലല്ലോ. അതും പോരാഞ്ഞിട്ട് വീണ്ടും ഗോമതി സ്റ്റോഴ്സിൽ വന്ന് മോഷണം നടത്തിയിരിക്കുന്നു. ഇതിനോടൊക്കെ എത്രയൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചിരിക്കുന്നു. ആനന്ദേട്ടൻ കുറെയൊക്കെ കണ്ടില്ല കേട്ടിരുന്ന് സഹിച്ച് ഇത്രയും നാളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. വീണ്ടും അവിടെ കയറി കക്കുക എന്ന് പറഞ്ഞാല്, മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ ഇതിൽ പല ഒരു നാണക്കേട് വേറെ ഉണ്ടോ? നിങ്ങൾ എനിക്ക് ശവക്കുഴി തോണ്ടാൻ വേണ്ടി അങ്ങോട്ട് വന്നാണല്ലേ? ഒരച്ഛനും അമ്മയും വന്നിരിക്കുന്നു. മിണ്ടിപ്പോരുത് നിങ്ങള്. മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ പറഞ്ഞല്ലോ മിണ്ടരുതെന്ന്. നിങ്ങളാണ് എൻ്റെ ജീവൻ തൊലച്ചത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു എനിക്ക് ഈ ബന്ധം വേണ്ടാന്ന്. അല്ലെങ്കിൽ സത്യങ്ങളൊക്കെ തുറന്നു പറയാന്ന്. തുറന്ന് പറഞ്ഞിട്ട് അന്തസ്സായിട്ട് ആ കുടുംബത്തിലേക്ക് ചെന്ന് കയറുമായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതം നശിക്കില്ലായിരുന്നു. ഒരു പക്ഷേങ്കിൽ ആനന്ദേട്ടൻ നല്ല മനസ്സ് കാണുമായിരിക്കും എൻ്റെ വയറ്റി വളർന്ന കുഞ്ഞു വരെ പോയത്. ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമായിരിക്കും. നിങ്ങളെ ഞാൻ പറയുന്നില്ല. ഇപ്പൊ എനിക്ക് എന്നോട് തന്നെയാ പുച്ഛം തോന്നേ. കാരണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാൻ പാടില്ലായിരുന്നു. ആ കുടുംബത്തിലുള്ളവരുടെ വേദന അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കള്ളവും ചതിയും വഞ്ചനയും മാത്രമേ നിങ്ങൾ ഇന്നുവരെ കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിച്ചിട്ടില്ല. നിങ്ങൾ നാഴേക്ക് 40 വട്ടം പറയുമല്ലോ മക്കളോടുള്ള സ്നേഹം കൊണ്ട് എങ്ങനെ കാണിക്കണേന്ന്. മക്കളോടുള്ള സ്നേഹം കൊണ്ടല്ല, നിങ്ങളുടെ അഹങ്കാരവും ചതിയും കൊണ്ടാ. ശരിക്കും അച്ഛൻ ഇതിനേക്കാളും ഭേദം വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടായിരുന്നോ? മോഷ്ടിക്കാനായിട്ട് ഗോമതി സ്റ്റോഴ്സിലേക്ക് വന്നിരിക്കുന്നു. എന്തെങ്കിലും ഒരു ജോലി എടുത്ത് അന്തസ്സായിട്ട് ജീവിക്കാനുള്ളതിന് പകരം കെട്ടിച്ച് വിട്ട മോളുടെ പിന്നാലെ പിന്നെയും വന്നിരിക്കുന്നു. അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു, മോളെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉദയാണ്ട് ഇങ്ങനെ ചെയ്തേ. അമ്മ മിണ്ടരുത്. അമ്മയാണ് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത്. അമ്മയല്ലേ ഓരോന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നേ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞു. ഉദയഭാനു പറഞ്ഞു, മോളെ എന്റെ തെറ്റാണ്, ഞാൻ ചെയ്തതാ. അത് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ. നിവൃത്തിയില്ലാത്തോണ്ടോ? അച്ഛാ, നിവൃത്തിയില്ലാത്ത ഇഷ്ടം പോലെ മനുഷ്യന്മാരുണ്ട് ഇവിടെ. പക്ഷെ അവരൊക്കെ ഇങ്ങനെ മോഷ്ടിക്കുവാണോ ചെയ്യുന്നേ? ഒരിക്കലും അല്ല. അച്ഛനൊന്നും ഒരു കാലത്തും നന്നാവും പോകുന്നില്ല. ഇനി അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കേട്ടോണ്ട് ഞാൻ വെറുതെ ഇരിക്കില്ല. അച്ഛനമ്മയാന്ന് ഞാൻ നോക്കത്തില്ല. പെട്ടെന്ന് ശ്രീകലയ്ക്ക് കാര്യം മനസ്സിലായി. ഇനി ഇവളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ദേഷ്യത്തില. കുറച്ച് തണുക്കാതെ ഒരു രക്ഷയില്ല. ഉദയേട്ടൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞോണ്ട് ഉദയഭാനുവിനെ വിളിച്ചോണ്ട് പോയി. ഇതേ സമയത്ത് വല്ലാത്ത ടെൻഷനിലായിരുന്നു ദേവമംഗലത്തുള്ള എല്ലാവരും. ആഹാരം കഴിക്കാൻ എടുത്തു വെച്ചിട്ട് പോലും ആർക്കും വേണ്ട. ഒന്നിനും തോന്നുന്നില്ല. കാരണം എങ്ങനെ കഴിക്കാനെന്ന് പറ. കോമതി എന്നിട്ട് ബാലനോട് പറഞ്ഞു, ബാലേട്ട കടയിലേക്ക് പോകണ്ടേന്ന് ചോദിച്ചു. പോണം. പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്താണ് ഞാൻ പോവുക എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ഞാനും കൂടെ വരാച്ചാന്ന് പറഞ്ഞു. നീ സാവകാശം വന്നാൽ മതി, ഞാൻ അങ്ങോട്ട് പോയേക്കുവാന്ന് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് ബാലൻ എന്ത് ചെയ്തു,
പെട്ടെന്ന് തന്നെ ഇറങ്ങുവാണ്. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അത് ബാലിനെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അങ്ങനെ ബാലൻ അങ്ങോട്ട് പോയി. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി മുറ്റത്തേക്ക് ഇറങ്ങുവാണ്. മുറ്റത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ധർമ്മൻ അവിടെ നിൽക്കുന്നുണ്ടോ. ധർമ്മനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗോമതി വിളിച്ചു. എടാ മോനെ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ധർമ്മൻ അങ്ങോട്ട് വന്നു. എന്താ ചേച്ചി, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. എന്നോട് ക്ഷമിക്കട മോനെ എന്ന് പറഞ്ഞു. ആ സമയത്താണ് ആകാശവും ആനന്ദും ആന്യം കൂടെ വരുന്നത്. അവര് ധർമ്മനെ കണ്ടു മാമാന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നു. എന്താടാ, എന്താ കാര്യം, എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. മാമ ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ. ക്ഷമിക്കാനോ, എന്തിനാ? അത് പിന്നെ മാമന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഓ, അതിപ്പോഴാണോ നിനക്ക് മനസ്സിലാകുന്നേ? അതല്ല മാമ അതിനകത്തെ കാര്യം എന്ന് ആനന്ദ് പറഞ്ഞു. ആ പണം ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് മോഷ്ടിച്ച ആരാന്നറിയാവോ? വേറെ ആരുമല്ല, എന്റെ അമ്മായിച്ചൻ തന്നെയാ, ഉദയഭാനു. ഉദയഭാനു? അതെ, അതിന്ന് തെളിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ധർമ്മന് കാര്യം മനസ്സിലായി. അപ്പൊ അതാണ് അവിടെ പ്രശ്നം നടക്കാൻ കാരണം. ഉദയഭാനുവിനെ ശ്രീകലയും ശ്രീദേവിയൊക്കെ ഇറക്കി വിട്ടതിന് കാരണം അതാണ്. അപ്പോഴേക്കും ഗോമതി വന്നിട്ട് പറഞ്ഞു. എടാ മോനെ, ഞങ്ങൾ എന്നോട് ക്ഷമിക്കട, നീ ഈ വീട്ടിലേക്ക് തിരികെ വരണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന് മറുപടി ഒന്നും ധർമ്മം പറഞ്ഞില്ല. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു. മാമൻ ഇങ്ങോട്ടേക്ക് തിരികെ ഈ വീട്ടിലേക്ക്. സത്യം പുറത്തു വന്നല്ലോ, ഇനിയെങ്കിലും മാമൻ ഇവിടേക്ക് വരണം. സത്യം പുറത്തു വന്നല്ലോ എന്ന്. എടാ, ഞാൻ ആ വീട് വിട്ട് ഇറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിച്ചോ? ഇല്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ? ആരും വിശ്വസിച്ചില്ല. ഞാനാണ് ആ പണം മോഷ്ടിച്ചതെന്ന് നിങ്ങളെ കരുതി. ഇത്രയും കാലം എന്റെ അനുജന്മാരായിട്ടാണ് നിന്നെയൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത്, അറിയാലോ. എന്നിട്ട് ആരും എന്നെ വിശ്വസിച്ചില്ല. അപ്പൊ പിന്നെ ആ വീട്ടിലേക്ക് ഞാൻ തിരികെ വരണമല്ലേ? ഒരിക്കലും ഇല്ല. എന്നെ ഇനി നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആരും പറഞ്ഞു. മാമ അങ്ങനെ പറയരുത്, മാമൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അതിപ്പ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും ദിവസമായി നിങ്ങൾ ആരെങ്കിലും എന്നോട് വന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. ഇപ്പോഴല്ലേ സത്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞപ്പോഴല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു. മാമ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഒരിക്കലും മാമനെ ഇങ്ങനെ സംശയിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ലായിരുന്നു. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ഇതുപോലെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറ്റവാളിയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കേണ്ടതായിട്ട് വരും. എന്തിനാ വെറുതെ? അതും പറഞ്ഞ് ധർമ്മൻ അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും ഗോമതി ഇന്ന് കരയുവാണ്. ആദ്യം എന്നിട്ട് പറഞ്ഞു. അമ്മ വിഷമിക്കല്ലേ. അമ്മ ഇങ്ങനെ ഈ സങ്കടപ്പെടുന്നത് കണ്ടാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? പാവം മാമന്റെ മനസ്സിലെ വേദന എത്ര മാത്രമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കള്ളനെ കണ്ടുപിടിക്കണം തന്നെ വിചാരിച്ചത്. എനിക്കറിയായിരുന്നു മാമൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലാന്ന്. ആര്യം പറഞ്ഞു. എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, അത് നമ്മുടെ കുടുംബത്തില്. ശ്രീദേവി അടുത്തൊക്കെ ആണെങ്കിലും ഞാൻ എത്രമാത്രം വിശ്വസിച്ചാന്നറിയാവോ? ആകാശ് പറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു ഞാനും. കടയിലൊക്കെ ആണെങ്കിലും ശ്രീദേവി അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് പോലും അത്ഭുതം തോന്നാറുണ്ട്. അതുപോലെ അച്ഛനും എത്ര വിശ്വാസവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ടല്ലേ തകർന്നു പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആകാശം കൂടെ കടയിലേക്ക് പോവുകയാണ്. പിന്നീട് ഗോമതി ആനന്ദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. മോനെ, നീ പോകുന്നില്ലേന്ന് ചോദിച്ചു. എനിക്കെന്തോ പോകാൻ തോന്നുന്നില്ലമ്മേ. കാരണം ആനന്ദിന്റെ മനസ്സിന് വിഷമം എന്താന്ന് ഗോമതിക്ക് അറിയാം. ആനന്ദിനോട് പറഞ്ഞു. ആനന്ദേട്ടൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കില്ല. ആനന്ദേട്ടന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് മുന്നോട്ട് പോകണം. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ. അറിയാലോ, നമ്മുടെ കുടുംബം പഴയതുപടി തന്നെ മുന്നോട്ട് പോകും. എങ്ങനെ മുന്നോട്ട് പോകുന്ന നീ പറയണേ? ഇപ്പൊ തന്നെ മാമൻ പറഞ്ഞത് കേട്ടോ. മാമൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതോടുകൂടി ഈ വീടിന്റെ ഐശ്വര്യം പോയതുപോലെ എനിക്ക് തോന്നുന്നേ. പാവം എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ വിളിച്ചിട്ടും തിരിച്ചു വരാത്ത അതുകൊണ്ടാ. ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് പോലും മാമനൊന്നും തിരിച്ചു വിളിച്ചുകൊണ്ടിരാൻ തോന്നിയില്ലോ എന്ന് പറഞ്ഞു. ആരിനും ആകാശിനും ഒക്കെ ആ കാര്യത്തിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അതേസമയം മിത്രയുടെ അടുത്തേക്ക് മീനാക്ഷി എന്നും മിത്രയോട് കാര്യങ്ങൾ പറഞ്ഞു. മിത്രേ, നമുക്ക് എന്ത് റിസ്ക് എടുത്തിട്ടാണ് ശരി ശ്രീദേവി ചേച്ചിനെയും കൂടി തിരികെ കൊണ്ടുവരണം. പാവം ശ്രീദേവി ചേച്ചിയുടെ അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു പോയത്. അതിന് ശ്രീദേവി ചേച്ചിയുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മിത്ര പറഞ്ഞു. അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇവിടുത്തെ മരുമക്കളല്ലേ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും അനുസരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് ശരിയാ. പക്ഷേ എങ്കിൽ തെറ്റ് ചെയ്യാതെ എന്തിനാ വെറുതെ ശ്രീദേവിച്ചിനെ അതിൻ്റെ പേരിൽ ഇറക്കി വരേണ്ട കാര്യമൊന്നുമില്ല. തെറ്റ് ചെയ്ത ശ്രീദേവിച്ചിന്റെ അച്ഛനും അമ്മയല്ലേ. അപ്പൊ പിന്നെ നമ്മള്. മിത്ര പറഞ്ഞു. എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ശ്രീദേവിച്ചിന്റെ മനസ്സെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ആയിരിക്കും ഇവരാദ്യം ഇവിടുന്ന് പുറത്താക്കുക. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ആരുടെ അടുത്തേക്കോ അല്ലെങ്കിൽ അപ്പച്ചിയുടെ അങ്കിളിന്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പോലും സാധിക്കില്ല. നോക്കാം, എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.